അപ്പൊ ഇന്ന് പോർച്ചുഗലില് റൊണാൾഡോ ഹാട്രിക് അടിക്കും. ഉറപ്പാണ്. അതെത്ര ഉറപ്പ്? കാരണം റൊണാൾഡോ ആണ്. അപ്പൊ റൊണാൾഡോ ഇപ്രാവശ്യം ഹാട്രിക് അടിക്കും. ഫൈനലില് ജയിക്കോ? ഫൈനലിൽ വരും. ജയിക്കും. ഉറപ്പാണ്. റൊണാൾഡോ തോറ്റതുകൊണ്ടല്ലേ വീട്ടിലായത്. പക്ഷെ റൊണാൾഡോ വീട്ടില് വെറുതെ ഇരിക്കുവായിരുന്നു. പക്ഷെ എംബാപ്പെ മാച്ച് കഴിയുമ്പോ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പാവം. അത് അത്രയും ആഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ കളിച്ച് ടീമിന്റെ ഒരു ചെറിയ പോരായ്മ കൊണ്ട് തോറ്റതാണ്. ടീമിന്റെ പോരായ്മ നല്ല അടിപൊളി ടീമായിരുന്നു. എംബാപ്പന്റെ അത്രയും നല്ല ടീമായതുകൊണ്ടാണ് ഫൈനലിൽ എത്തിയത്. റൊണാൾഡോന്റെ ആണെങ്കിൽ പൊട്ട ടീമായിരുന്നു ആ നേരത്ത്. ഇപ്പൊ ഇച്ചിരി കൂടി നല്ലതാ. അതുകൊണ്ട് റൊണാൾഡോ ഒറ്റക്കാണ് അവിടം വരെ എത്തിച്ചത്. മൊറോക്കോന്റെ മാച്ചിൽ റൊണാൾഡോന് എന്തോ ഇഞ്ചുറി പറ്റിയതുകൊണ്ട് അവർ ഇച്ചിരി സബ് ഇറക്കിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ എംബാപ്പയൊക്കെ ഫൈനലിൽ എത്തിയത്. നമസ്കാരം. എന്താണ് താങ്കളുടെ പേര്? ഇമ്മാനുവൽ ബി. ഓക്കെ. താങ്കൾ ഭയങ്കര ഫുട്ബോൾ ആരാധകനാണോ? ഭയങ്കര ഇഷ്ടമാണോ? ഏത് ടീമിന്റെ ആരാധകനാണ്? പോർച്ചുഗൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? റൊണാൾഡോ. അപ്പൊ ഇന്നലത്തെ കളി കണ്ടായിരുന്ന? പോർച്ചുഗലിന്റെ കളി പോർച്ചുഗൽ ഇന്ന്. ഓക്കെ. എന്നാലും നീ ഒരു ഫുട്ബോൾ ആരാധകനാണല്ലോ. അപ്പൊ ഇന്നലത്തെ കളി കണ്ട? ഫ്രാൻസിന്റെയും സെനഗലിന്റെയും കളി കണ്ട? എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ലതായിരുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി കളിച്ചത്? എംബാപ്പെ അല്ലേ? ഫ്രാൻസില് നമ്മുടെ എംബാപ്പെ സൂപ്പർ ആയിരുന്നില്ലേ? 2 ഗോളൊക്കെ അടിച്ചിട്ട് അല്ലേ? കുഴപ്പമുണ്ടായില്ല. നല്ല സൂപ്പർ ആയിരുന്നില്ലേ? എന്ത് കുഴപ്പമുണ്ടായിരുന്നില്ല? അടിപൊളി ആയിരുന്നില്ലേ? കുഴപ്പമൊന്നുണ്ടായില്ല. അപ്പോ പിന്നെ നമ്മുടെ അർജന്റീനന്റെയും അതുപോലെ അൾജീരിയന്റെയും കളി ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ ആയിരുന്നു. അർജന്റീന സൂപ്പർ ആയിരുന്നു അല്ലേ? മെസ്സി നന്നായി കളിച്ചു. അടിപൊളിയായി കളിച്ചു. ഹാട്രിക് അടിച്ചല്ലോ. അപ്പോ മെസ്സി ഹാട്രിക് അടിച്ചപ്പോ നിനക്ക് എന്താ തോന്നിയത്? സന്തോഷം തോന്നിയ? മെസ്സിനെ ഇഷ്ടമാണോ? ആണ്. അപ്പോ ഭയങ്കര ആവേശം വന്ന നിനക്ക്? നീ ഒരു പോർച്ചുഗൽ ആരാധകനാണല്ലോ. അപ്പൊ ഇന്ന് പോർച്ചുഗലിന്റെ കളിയാണ്. പോർച്ചുഗലും DR കോങ്കോയും. അപ്പൊ ഇന്നലെ മെസ്സി അങ്ങനെ ഭയങ്കര ഹാട്രിക് ഒക്കെ അടിച്ച് കളിച്ചല്ലോ. അപ്പൊ ഇന്ന് പോർച്ചുഗലില് റൊണാൾഡോ ഹാട്രിക് അടിക്കും. ഉറപ്പാണ്. അതെത്ര ഉറപ്പ്? കാരണം റൊണാൾഡോ കഴിഞ്ഞ ഫൈനലിൽ പോലും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് പറയണ്ട. പക്ഷെ കഴിഞ്ഞ ഫൈനലിൽ എംബാപ്പെ തോറ്റല്ലോ. എംബാപ്പേന്റെ ആ ഒരു ശക്തി ആർജിച്ചിട്ട് മാക്സിമം കളിച്ചിട്ടാണ് എംബാപ്പെ തോറ്റത്. പക്ഷേ റൊണാൾഡോ എവിടെ പോയി? റൊണാൾഡോ തോറ്റു. പക്ഷെ എംബാപ്പയും തോറ്റില്ലേ. അപ്പൊ റൊണാൾഡോ ഇപ്രാവശ്യം ഹാട്രിക് അടിക്കും. ഫൈനലിൽ ജയിക്കോ? ഫൈനലിൽ വരും. ജയിക്കും. ഉറപ്പാണ്. അതെത്ര ഉറപ്പ്? കാരണം റൊണാൾഡോക്ക് ഭയങ്കര വയസ്സായില്ലടാ. ഇപ്പൊ വലിയ കാര്യം ഉണ്ടാവില്ല. മെസ്സിക്കും റൊണാൾഡോന്റെ ഏകദേശം വയസ്സാ. എന്നിട്ട് കഴിഞ്ഞ ഫൈനലിൽ തോറ്റു. പക്ഷെ റൊണാൾഡോ അറ്റത്ത് പോലും എത്തിയില്ല. പക്ഷെ രണ്ടുപേരും തോറ്റല്ലേ ചെയ്തുള്ളൂ. അതൊക്കെ തോക്കല് രണ്ടും ഒന്ന് തന്നെയല്ലേ? അങ്ങനെയല്ല. നമ്മൾ അവസാനം വരെ പോരാടി തോക്കുന്നതും അവിടെ എത്താണ്ട് തോക്കണതും തമ്മിൽ വ്യത്യാസം. പക്ഷെ രണ്ടുപേരും തോറ്റില്ലേ? ഒന്ന് തന്നെയല്ലേ? റൊണാൾഡോ അവിടെ എത്തിയില്ല. പക്ഷെ എംബാപ്പയും തോറ്റില്ല അവസാനം. പക്ഷെ എംബാപ്പെ നല്ല പോലെ കളിച്ചിട്ടാണ് തോറ്റത്. റൊണാൾഡോ എവിടെ പോയി? റൊണാൾഡോ അവിടെ തന്നെ. റൊണാൾഡോനെ ആ സീനില് കാണാൻ. റൊണാൾഡോ ആ വീട്ടിലുണ്ടായിരുന്നു. റൊണാൾഡോ തോറ്റതുകൊണ്ടല്ലേ വീട്ടിലായത്. പക്ഷെ റൊണാൾഡോ വീട്ടില് വെറുതെ ഇരിക്കുവായിരുന്നു. പക്ഷെ എംബാപ്പെ മാച്ച് കഴിയുമ്പോ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പാവം. അത് അത്രയും ആഗ്രഹിച്ച് ആത്മാർത്ഥതയോടെ കളിച്ച് ടീമിന്റെ ഒരു ചെറിയ പോരായ്മ കൊണ്ട് തോറ്റതാണ്. ടീമിന്റെ പോരായ്മ നല്ല അടിപൊളി ടീമായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ആരാണ്? എംബാപ്പെ. പക്ഷെ നല്ല പാസ് കിട്ടി. പക്ഷെ അവനാണോ ഗോൾ അടിച്ച് ആ ഒരു ഇതിലെത്തിയത്? ആണല്ലേ. അപ്പൊ ഇപ്രാവശ്യം റൊണാൾഡോ വരും, അതായത് ഫൈനലിൽ എത്തും എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് റൊണാൾഡോ ആണ് എന്ന് പറയരുത്. അവന്റെ ഭയങ്കര ആരാധകനാണല്ലോ നീ. അപ്പൊ അതിന്റെ ഒരു റീസൺ പറ. കാരണം റൊണാൾഡോക്ക് കളിയുണ്ട്. എന്നാലും റൊണാൾഡോ അത്രയ്ക്ക് ഉറപ്പ് പറയാൻ കാരണം കഴിഞ്ഞ ഫൈനലിൽ റൊണാൾഡോ വന്നില്ല. അപ്പൊ ഇപ്രാവശ്യം വരും എന്ന് പറയാനുള്ള ഒരു ഇതെന്താ? ഇച്ചിരി കൂടി നന്നായിട്ട് പ്രാക്ടീസും കളിയൊക്കെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഓരോന്നും ചെയ്തിട്ടില്ലേ? കഴിഞ്ഞ വട്ടം എംബാപ്പെ തോറ്റില്ലേ? എടാ എംബാപ്പെ തോറ്റത് എന്തുകൊണ്ടാണ്? അവന്റെ ടീമിന്റെ ചെറിയൊരു ഇത് കാരണം. അത് വെറുതെ എക്സ്ക്യൂസ് ആണ്. എക്സ്ക്യൂസ് ഒന്നല്ല അതുകൊണ്ടൊന്നും തോറ്റത്.
റൊണാൾഡോ എവിടെ പോയി? റൊണാൾഡോന്റെയും കഴിഞ്ഞോട്ടത്തെ ടീം അതിനെക്കാട്ടും പൊട്ടയുന്നല്ലോ. എന്നിട്ട് റൊണാൾഡോ ഒറ്റക്കല്ലേ അവിടെ വരെ റൊണാൾഡോ എത്തിയില്ലല്ലോ. എംബാപ്പന്റെ അത്രയും നല്ല ടീം ആയതുകൊണ്ടാണ് ഫൈനലിൽ എത്തിയത്. റൊണാൾഡോന്റെ ഈ പൊട്ട ടീം ആയിരുന്നു ആ നേരത്ത്. ഇപ്പൊ ഇച്ചിരിയും കൂടി നല്ലതാ. അതുകൊണ്ട് റൊണാൾഡോ ഒറ്റക്കാണ് അവിടം വരെ എത്തിച്ചത്. മൊറോക്കോന്റെ മാച്ചിൽ റൊണാൾഡോന് എന്തോ ഇഞ്ചുറി പറ്റിയതുകൊണ്ട് അവർ ഇച്ചിരി നേരം സബ് ഇറക്കിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ എംബാപ്പയൊക്കെ ഫൈനലിൽ എത്തിയത്. ഓക്കെ, അപ്പൊ എന്തായാലും റൊണാൾഡോ തന്നെ ജയിക്കും ആണ്, ഉറപ്പാണ്. റൊണാൾഡോ ഹാട്രിക് അടിക്കും, ഉറപ്പാണ് അല്ലേ? അപ്പൊ റൊണാൾഡോ ഹാട്രിക് അടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും പിന്നെ താങ്കളുടെ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം ഹാട്രിക് അല്ല, ഹാട്രിക്. രണ്ടാമത്തത് റൊണാൾഡോ ആണ് ഹാട്രിക് അടിക്കും. അടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നിന്റെ അഭിപ്രായം? രണ്ടാമതും പറയുവാണ് റൊണാൾഡോ ആണ് അടിക്കും. അടിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി കാണണല്ലോ, കാരണം നമ്മള് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമല്ലോ. റൊണാൾഡോ അടിച്ചില്ലെങ്കിൽ അവൻ ഡബിൾ ഹാട്രിക് അടിച്ചിട്ടുണ്ടോ? അപ്പൊ എന്തായാലും റൊണാൾഡോ ജയിക്കും ആണ്, ഉറപ്പാണ്. ജയിക്കാം, കാണാട്ടാ, കാണാം. നാളെയും നമ്മള് ഇതുപോലെ ഒത്തുകൂടും. അപ്പോ ഞാൻ നിന്റെ മുന്നിൽ ചോദിക്കും, റൊണാൾഡോ എന്തുകൊണ്ട് 0 ഗോൾ അടിച്ചു? 0 ഗോൾ അടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? എന്തുകൊണ്ട് ഒരു ഗോള് പോലും റൊണാൾഡോ അടിച്ചില്ല എന്ന് ഞാൻ ചോദിക്കും. ഇതേ അപ്പൊ ഞാൻ പറയും 3 ഗോൾ അടിച്ചിട്ടുണ്ട് ഹാട്രിക് എന്നും പറഞ്ഞിട്ടുള്ളത്. കാണണേ, നാളെയും കാണണം. ഓക്കെ.